ശ്രീ ജയേന്ദ്രൻ, കുംഭമേളയിൽ പോലും AI സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് അത് ഉദാഹരിക്കുകയുണ്ടായി ഇവിടെ. എനിക്ക് ചോദ്യം കേൾക്കാൻ വയ്യായിരുന്നു എന്നോടാണെങ്കിൽ. ഞാൻ ആവർത്തിക്കാം. അതായത് ശ്രീജിത്ത് ഇവിടെ കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞല്ലോ, കുംഭമേളയിൽ പോലും AI സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നു. ചൈനയിൽ AI തിരമാലകൾ സൃഷ്ടിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അല്ല ജോൺ ബ്രിട്ടാസ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ AI എങ്ങനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച ഈ കുംഭമേളയിൽ എങ്ങനെയാണ് അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കേണ്ട ഒരു കടമയെങ്കിലും ജോൺ ബ്രിട്ടാസിന്, അദ്ദേഹം MP ആണല്ലോ, അദ്ദേഹത്തിന് അതെങ്കിലും ഉണ്ടായിരുന്നു. അത് നോക്കി പറയാമായിരുന്നു ഇങ്ങനെ ഒരു താരതമ്യ പഠനം. അന്നമ്പ്യാർ, താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. ഞാൻ ജോൺ ബ്രിട്ടാസിനോട് സംസാരിച്ചു, എന്നിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. അപ്പോൾ അതൊന്നും പറയണ്ട എന്നുള്ള നിലയാണ് താങ്കൾ പെട്ടെന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൗശലം എന്താണെന്നുള്ളത് പിന്നീട് ശ്രീജിത്തോട് സംസാരിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ്, ചൈന, AI, കുംഭമേള, ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹം, ഇത്രയും കാര്യങ്ങളാണല്ലോ നിരത്തി വെക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. ജനം ടിവിയുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ ബ്രിട്ടാസ് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു. അദ്ദേഹം കുംഭമേളയെ വിമർശിച്ചിട്ടില്ല, ഹിന്ദു മതത്തിനെ വിമർശിച്ചിട്ടില്ല, അവിടുത്തെ ആചാരങ്ങളെ വിമർശിച്ചിട്ടില്ല. അവിടെ രാജ്യസഭയിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണെന്നുള്ള എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ബാക്കിയുള്ള നേതാക്കൾ പറഞ്ഞത് എന്ന വിവരം ഞാൻ ഇവിടെ പങ്കുവച്ചല്ലോ. അപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് പറയാത്തൊരു കാര്യത്തിൽ എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ വലിച്ചഴക്കുന്നത്? ജോൺ ബ്രിട്ടാസിനോടോ CPM-നോടോ ഇടതുപക്ഷത്തോടോ ഉള്ള വിമർശനം വേറെ രൂപത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ ജോൺ ബ്രിട്ടാസ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കുംഭമേളയെ വിമർശിച്ചിട്ടില്ല, ഹിന്ദു മതത്തിനെ വിമർശിച്ചിട്ടില്ല, അതിന്റെ ആചാരങ്ങളെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം വേറെ ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ, വർഗീയവൽക്കരിക്കുന്നതിന്റെ വിമർശനങ്ങൾ വേറെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിമർശനത്തിൽ അത് വന്നിട്ടില്ല. തിരമാലകൾ സൃഷ്ടിക്കുന്നു, ഇവിടെ കുംഭമേളയെ മുങ്ങിക്കുളിക്കുന്നു, അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായോ? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടോ? അല്ല, ഞാനതല്ലേ പറഞ്ഞ, മുങ്ങിക്കുളിക്കുകയാണല്ലോ. അതാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. ഇതിന്റെ ചരിത്രപരമായ അല്ലെങ്കിൽ ഐതിഹ്യപരമായ ഉള്ളടക്കം തന്നെ എന്താണ്? എന്താണ്? നാല് പ്രധാനപ്പെട്ട ഘട്ടങ്ങളല്ലേ ഉള്ളത്. അതെ, ഇത് തമ്മിൽ എന്താ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചില്ല. മകളുടെ വിവാഹത്തിന്റെ ഫോട്ടോ താങ്കൾ ചോദിച്ചില്ലേ? അല്ല, ഞാൻ പറയട്ടെന്നേ ഇതിൻ്റെ അകത്ത് കമ്പാരിസൺ ഇല്ലല്ലോ. ഇതിൻ്റെ അകത്ത് എന്ത് കമ്പയർ ചെയ്യാനാണുള്ളത്? അവിടുത്തെ AI വിപ്ലവം പറയുമ്പോൾ ഡീപ് സീക്കാണ്. ആ ഡീപ് സീക്കിന്റെ കാര്യം ഞാനും സംസാരിച്ചല്ലോ. അത് ചൈനയിൽ ഉണ്ടായിട്ടുള്ള പുതിയ AI ടൂളാണ് ഡീപ് സീക്ക്. അതാണ് ബ്രിട്ടാസ് ഉദ്ദേശിച്ചതെന്ന് ബ്രിട്ടാസ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഈ ചർച്ചയിൽ തന്നെ മുൻപ് പറഞ്ഞു. ബന്ധപ്പെടുത്തുന്നത് അദ്ദേഹം ബന്ധപ്പെടുത്തി അല്ല, നിങ്ങളാണ് ബ്രിട്ടാസ് കുംഭമേളയായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് ആരോപിക്കുന്നത് നിങ്ങളാണ്. ആണ് അന്നമ്പ്യാർ, നിങ്ങളാണ് ഡീപ് സീക്കും അല്ലെങ്കിൽ ചൈനയിലെ AI വിപ്ലവവും ഇവിടുത്തെ കുംഭമേളയായിട്ട് ബ്രിട്ടാസ് ആരോപിക്കുന്നു പറയുന്നത് നിങ്ങളാണ്. ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ബ്രിട്ടാസ് എന്നോട് പറഞ്ഞത് ഞാനിവിടെ തന്നെ ആവർത്തിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് അതല്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നിങ്ങളുടെ താല്പര്യം. ചെയ്തോളൂ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള വാദത്തിൽ ഞാൻ AIയോട് എന്താ ഇത്ര വലിയ സ്നേഹം? പണ്ട് കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ച ആൾക്കാരാണല്ലോ. അതായിക്കോട്ടെ. നിങ്ങൾ എത്രയോ കാലമായിട്ട് പറയാൻ തുടങ്ങിയതാണ്. അല്ല, ആ വിഷയം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞപ്പോ എപ്പോഴാ സ്നേഹം വന്നതെന്ന് കൂടെ അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. അത്രേ ഉള്ളൂ. അല്ല, അറിയാൻ താല്പര്യം. താങ്കളുടെ മാധ്യമപ്രവർത്തകനും മലബാറുകാരനുമാണല്ലോ. ആദ്യം കേരളത്തിൽ കമ്പ്യൂട്ടർ വിപ്ലവം നമ്മളത്തേക്ക് അതിനെ എതിർത്ത് കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്ത ആളുടെ പേര് പരേതനായ ഉമ്മൻചാണ്ടി എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. താങ്കളന്ന് ഏതാണ്ട് വിദ്യാർത്ഥി ആയിരിക്കും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്, അല്ലേ? അവിടെ ആദ്യം തുടങ്ങുന്നത്. പിന്നീട് കുട്ടനാടൻ ഉമ്മൻചാണ്ടി കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാൻ ആഹ്വാനം ചെയ്തത് എനിക്ക് പുതിയ വിവരം കേട്ടോ. ഉമ്മൻചാണ്ടി കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് എന്ന് താങ്കളിപ്പോൾ പറഞ്ഞല്ലോ. അതെനിക്കൊരു പുതിയ വിവരമാണ്, എനിക്കറിയില്ലായിരുന്നു.
എനിക്കൊട്ടും പുതിയ വിവരമല്ല. അവിടുത്തെ കോൺഗ്രസ് സംഘടനാ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സമരം തന്നെ ഉണ്ടാവുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റിലെ ഏതെങ്കിലും ഈ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളോട് ചോദിച്ചാൽ ഇപ്പോഴും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. എന്താണ് അവർക്കതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിരുന്നു. അപ്പൊ CPM-കാർ തല്ലിപ്പൊളിച്ചിട്ടില്ലേ? ഉണ്ട്, അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിരുന്നു അന്ന്. ഓക്കെ, അത് മുദ്രാവാക്യം അല്ല, ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നല്ലോ അന്ന്. പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം, എന്നിട്ടാവാം കമ്പ്യൂട്ടർ. അതായിരുന്നു മുദ്രാവാക്യം. അത് കോൺഗ്രസും വിളിച്ചിട്ടുണ്ട്, ഇടതുപക്ഷവും വിളിച്ചിട്ടുണ്ട്. അതുണ്ടെന്നേ, അതില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇന്നലെ കിലുക്കാൻ പറ്റുമോ? സുമാരഴിക്കോട് ചോദിച്ച പോലെ ഇന്നലെ കിലുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അതാത് അവസരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അത് അന്നത്തെ ജനസംഘവും പഴയ ജനതാ പാർട്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അതിനെ വീണ്ടും ഇന്നൊരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം എന്ന് പറയുന്നതിൽ എന്ത് റിലവൻസ് ആണുള്ളത്? അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു, അതായത് ഇതിനെ താരതമ്യപ്പെടുത്തി ഉള്ളൊരു പരാമർശമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായെന്ന് പറയുന്നു. നോക്കൂ, ഈ ചൈന AI-യിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു, ഇവിടെ മാമോദീസയിൽ സ്നാനം ചെയ്യുന്നു, അങ്ങനെ ഒരു പരാമർശം ജോൺ ബ്രിട്ടാസ് നടത്തുമോ? അല്ലെങ്കിൽ ചൈന AI-യിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു, ഇവിടെ ഉംറയ്ക്ക് പോകുന്നു, അങ്ങനെ ഒരു പരാമർശം നടത്തുമോ? അല്ല, നിങ്ങൾ വീണ്ടും ദൈവവിശ്വാസവും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് എന്തോ ഒരു അലർജി ഉണ്ടെന്ന് പല കാലങ്ങളായി ശ്രമിച്ചു. പറയട്ടെ ഞാനത് പറയട്ടെ. എന്റെ സ്റ്റാൻഡ് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ അനിലമ്പ്യാർ. അങ്ങനെയാണല്ലോ കാലങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലടക്കം ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടനയിൽ ഒരാൾ പാർട്ടി അംഗമാവുന്നതിന് മതവിശ്വാസി ആവരുത് എന്ന് ഇന്ത്യയിലല്ല, ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടന ഇല്ല. അത് താങ്കൾക്കറിയുമോ? അല്ല, ശബരിമലയിൽ പോയ സഖാക്കന്മാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ ശബരിമലയിൽ. ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ത്യയിലെ CPM-ഉം CPI ഉൾപ്പെടെ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടനയിൽ അവരുടെ പാർട്ടി അംഗത്വം വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരവിശ്വാസം പാടില്ല, ദൈവവിശ്വാസി ആവരുത്, മതനിഷേധി ആവരുത്, ഇത്ര ഒരു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലോകത്തൊരിടത്തും. എന്നിട്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ മതനിഷേധികളാണെന്ന് പറഞ്ഞു നടക്കുന്നത്. ഞാൻ പറഞ്ഞു നടക്കുന്നതല്ലോ, അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ടതല്ലേ അതൊക്കെ. താങ്കളിപ്പോൾ വിമർശിക്കുന്നത് CPM-നാണല്ലോ. ആ CPM-ന്റെ ഭരണഘടന ഉൾപ്പെടെ പറഞ്ഞാൽ മതില്ല ഇപ്പം ഞാൻ. പക്ഷെ ഞാൻ അത് മാത്രമല്ല പറഞ്ഞത്, ഇന്ത്യയിലെയും ലോകത്തെയും മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കാര്യമാണ് പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടനയിൽ ദൈവനിഷേധം വേണം, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസി ആവരുത്, മതനിഷേധി ആവണം പാർട്ടി അംഗത്വത്തിന് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതാ പറയുന്നത്. അതിനേക്കാൾ അപ്പുറം എന്ത് പറയണം? ഒരു പാർട്ടിയുടെ ഭരണഘടനയിലാണോ അത് വരേണ്ടത്? അത് CPM-ന്റെ എന്നല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇന്ത്യയിലെന്നല്ല, ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. അതാണ് അടിസ്ഥാന വസ്തുത. അല്ല, അപ്പൊ ഈ ആ ഒരു സമീകരണം നിലനിൽക്കില്ല. അല്ല, ആ മതനിഷേധം പിന്നെ ആരാണ് കൊണ്ടുവന്നത്? അത് കാലാകാലങ്ങളിൽ താല്പര്യമുള്ള ചില ഈ ഗായക സംഘങ്ങളുണ്ടല്ലോ, ചില ഗായക സംഘങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ഗായക സംഘങ്ങൾ ആലപിക്കുന്ന കോറസുകളാണ് ഇതൊക്കെ. താങ്കളിപ്പോൾ ആ കോറസിന്റെ ഒരു ഭാഗമാവുകയാണല്ലോ. അത്തരം കോറസിൽ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടനാപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ദൈവനിഷേധം, ദൈവവിശ്വാസം പാടില്ല എന്ന് എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെയും ഇല്ല. പക്ഷെ അതിൽ കോറസ് ഉണ്ട്. അങ്ങനെയാണെന്ന് പറയാൻ ഒരു കോറസ് ഉണ്ട്. ആ കോറസാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന എടുത്ത് നോക്കൂ. CPM-ന്റെ നോക്കിക്കോളൂ, CPI-യുടെ, ഇന്ത്യയിൽ മറ്റേ ഇടതുപക്ഷ പാർട്ടികൾ അവരുടെയൊക്കെ നോക്കിക്കോളൂ. ലോകത്ത് ഏത് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ മുൻപ് ഭരണപക്ഷത്തോ ഉണ്ടായിരുന്നവരോ ഇപ്പം മാഞ്ഞു പോയിട്ടുള്ളവരോ ആരുടെ നോക്കിക്കോളൂ, അവരാരും അതേസമയം യുക്തിവാദികൾ അവരാണ്. താങ്കളും ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം അവിടാണ്. യുക്തിവാദികൾ പറയാറുണ്ട് ഇവര് കുഴപ്പക്കാരാണ്. ആര്? മാർക്സിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, അവർ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നവർ ഈ യാന്ത്രിക യുക്തിവാദികളാണ്. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരും കാലാകാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ആശയ സമരത്തിന് ഒരന്തവും ഇപ്പോഴും ഇല്ല. അത് അവസാനിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട. അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. യുക്തിവാദികളുടെ യാന്ത്രിക ഭൗതികവാദവും കമ്മ്യൂണിസ്റ്റുകളുടെ പ്രായോഗിക ഭൗതികവാദവും. അത്രേ ഉള്ളൂ.